പാപവഴിയിൽ ഞാൻ അനുതാപ കണ്ണീരാ കഴുകീണമേ കഴുകീണമേ തിരുരക്തശക്തിയാൽ കഴുകീണമേ. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ, പ്രിയമുള്ള സിസ്റ്റേഴ്സ്, പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, വലിയ നോമ്പിന്റെ 12ാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. ഈ തിരുവചന ഭാഗത്തേക്ക് നാം കണ്ണോടിക്കുമ്പോൾ കണ്ടുമുട്ടുകയാണ് അതിഥിക്കും ആതിഥേയനും ഒരുപോലെ ഉപദേശം നൽകുന്ന ഈശോനാഥൻ. ക്ഷണിക്കപ്പെട്ടവര് പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. നിങ്ങളെ ഒരു വിരുന്നിനോ സൽക്കാരത്തിനോ ക്ഷണിക്കുമ്പോൾ നിങ്ങൾ പ്രമുഖ സ്ഥാനം ആദ്യം തിരഞ്ഞെടുക്കരുത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊന്ന് നോക്കണം. പലപ്പോഴും ഒന്നാമത്തെ സ്ഥാനം ലഭിക്കുവാനായിട്ട്, അല്ലെങ്കിൽ സ്റ്റേജിൽ ഒരു കസേര ലഭിക്കുവാനൊക്കെ ആയിട്ട് പലപ്പോഴും വെമ്പൽ കൊള്ളുന്നവരായിട്ട് ജീവിതത്തിൽ മാറുന്നവരായിട്ടും തീരാറുണ്ട്. പലപ്പോഴും അവരന്റെ മുൻപിൽ ഒന്ന് ഷൈൻ ചെയ്ത് നിൽക്കാനായിട്ട്, അവരന്റെ മുൻപിൽ എൻ്റെ പേരും പ്രശസ്തിയും ഉയർത്തി കാണിക്കാൻ വേണ്ടി എന്തും ചെയ്യുന്നവരായിട്ട് ജീവിതത്തിൽ മാറുന്നവരായി തീരാറുണ്ട്. അവിടെയാണ് പ്രിയമുള്ളവരെ ഈശോനാഥൻ നമ്മളോട് എളിമപ്പെടാനായിട്ട് ആവശ്യപ്പെടുന്നത്. എൻ്റെ ജീവിതത്തിൽ പുറകിലേക്ക് മാറാനായിട്ട്, അപരനെ മുൻപിലേക്ക് നയിച്ചുകൊണ്ട് അപരനെ വളർത്താനായിട്ട്, അപരന്റെ വളർച്ചയിൽ സന്തോഷിക്കുവാനായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാധിക്കുന്നുണ്ടോ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുകയെ. നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു വ്യക്തി എൻ്റെ വീടിനേക്കാൾ വലിയൊരു വീട് പണിയുമ്പോൾ എൻ്റെ മനസ്സ് കലുഷിതമാകുന്നു, അതോ സന്തോഷിക്കുന്നുവോ? എൻ്റെ മക്കളെക്കാൾ ഉപരിയായിട്ട് മറ്റൊരാളുടെ മക്കൾ പഠിച്ച് ഉന്നത സ്ഥാനങ്ങളിൽ എത്തുമ്പോൾ എനിക്ക് സന്തോഷിക്കുവാനായിട്ട് സാധിക്കുന്നുവോ? എൻ്റെ മനസ്സ് ദുഃഖത്താൽ നിറയപ്പെടുന്നുവോ? വീണ്ടും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. എൻ്റേതിനേക്കാൾ മനോഹരമായ ഒരു പള്ളി, ഒരു ഇടവക ദേവാലയം മറ്റൊരാൾ നിർമ്മിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരു ഇടവകക്കാർ ചെയ്യുമ്പോൾ എനിക്ക് സന്തോഷിക്കുവാനായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറ്റുന്നുണ്ടോ? എൻ്റേതിനേക്കാൾ നല്ലതുപോലെ മറ്റൊരാൾ പ്രവർത്തിക്കുമ്പോൾ, മറ്റൊരാളുടെ നന്മ കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷിക്കുവാനായിട്ട് എൻ്റെ ജീവിതത്തിൽ പറ്റുന്നുണ്ടോ? രണ്ടാമതായിട്ട് നമ്മൾ കണ്ടുമുട്ടുകയാണ്, തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നീ നൽകരുത്. നിനക്ക് തിരിച്ചു തരാൻ കഴിവുള്ളവന്റെ മുൻപിലേക്ക് നീ വിഭവങ്ങൾ നിരത്തരുത്. മറിച്ച് നിനക്ക് തരാൻ കഴിവില്ലാത്തവരുടെ മുൻപിലേക്ക് നീ കൊടുക്കുമ്പോൾ അവരുടെ നല്ല മനസ്സിന്റെ പ്രാർത്ഥനകൾ നിന്റെ ജീവിതത്തിന്റെ അനുഗ്രഹമായിട്ട് തീരും. നിന്നെ ക്ഷണിക്കുമെന്ന് കരുതുന്നവരെ നീ ക്ഷണിക്കുന്നതിൽ, അല്ലെങ്കിൽ നിനക്ക് തിരിച്ചു തരാൻ കഴിവുള്ളവന് കടം കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ നിന്നോട് കടപിടിക്കുന്നവനുമായിട്ട് നീ സന്തോഷങ്ങൾ പങ്കുവെക്കുമ്പോൾ അതിന് എന്തർത്ഥമാണ് ഉള്ളത്? ദുഃഖത്തിലായിരിക്കുന്നവന്റെ ജീവിതത്തിലേക്ക് ഒരു സന്തോഷം പങ്കുവെക്കുവാനായിട്ട്, ആശുപത്രി വരാന്തയിൽ ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ കഴിവില്ലാത്തവന്റെ കയ്യിലേക്ക് ഒരല്പം പണം വെച്ചു കൊടുക്കുമ്പോൾ, ഒരു നേരത്തെ ആഹാരത്തിന് നിവർത്തിയില്ലാത്തവന്റെ കയ്യിലേക്ക് ഒരു പൊതി ചോറ് കൊടുക്കുമ്പോൾ അത് നിന്റെ ജീവിതത്തിന്റെ കൃപയായി അനുഗ്രഹമായിട്ട് തീരും. പ്രിയമുള്ള ദൈവജനമേ, നോമ്പിന്റെ ഈ താപ വഴിയിലൂടെ ഞാനും നിങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ ആത്മാർത്ഥമായിട്ട് പരിശോധിക്കുവാനും, നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധ്യമാകും. ഇന്നത്തെ വചനം വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 14-ാം വാക്യം. അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും, എന്തെന്നാൽ പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
ദൈവം എല്ലാവരെയും സമർത്ഥമായിട്ട് ഈ ദിനത്തിൽ അനുഗ്രഹിക്കട്ടെ. ആമേൻ.